Welcome to, yes, Filmy Fridays. വെൽക്കം ടു യെസ് ഫിലിമി ഫ്രൈഡേസ്. അതെ, വെൽക്കം ടു ഫിലിമി ഫ്രൈഡേസ് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങണമെന്നായിരുന്നു ഞാനും ആഗ്രഹിച്ചിരുന്നത്. പെട്ടെന്ന് ഞാൻ നമ്മുടെ പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് സ്റ്റൈലിലേക്ക് വരാൻ കാരണം ഇപ്പോഴത്തെ പ്രത്യേകമായ ചുറ്റുപാടാണ്. നിങ്ങൾക്കറിയാം, കോവിഡ് ഒരു വലിയ ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു പൗരനെന്ന രീതിയിൽ നാം എല്ലാവരും ചെയ്യേണ്ടത് ആരോഗ്യവകുപ്പ് അനുശാസിക്കുന്ന കോവിഡ് നിയന്ത്രണങ്ങളെ പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. കാരണം കോവിഡിനെ നമുക്ക് വ്യക്തിപരമായിട്ട് തോൽപ്പിക്കാൻ പറ്റുള്ളൂ, നമ്മൾ തീരുമാനിക്കണം. അപ്പോൾ അതിനോടൊപ്പം സഹകരിക്കുക എന്നുള്ളിടത്ത് നമ്മളിപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുക, എനിക്ക് ഉടനെ ചെയ്തേ പറ്റൂ, അത് മുടക്കം വരുന്നതൊക്കെ ആഗ്രഹിച്ച് ഞാൻ ഉടനെ ഒരു ക്യാമറയും തൂക്കി ഒരു ഹോട്ടലിൽ പോയി ഇരിക്കുക എന്ന് പറയുന്നത് തെറ്റാണ്. അതുകൊണ്ടുണ്ടാകുന്ന റിസ്ക് എന്നേക്കാൾ ബാക്കിയുള്ളവർക്കാണ്. അതല്ല ഇനി വീട്ടിൽ ഷൂട്ട് ചെയ്യുന്ന ചൂടു, വീട്ടിൽ ഷൂട്ട് ചെയ്യുമ്പോഴും അവിടെയും ക്യാമറയായിട്ട് ഒരാൾ വരണം. അപ്പോൾ ഈ കോവിഡ് ക്യാമറയ്ക്കകത്തിരിക്കും, ക്യാമറയ്ക്കകത്തിരിക്കും, എണ്ണുന്ന നോട്ടിനകത്തിരിക്കും, വായിക്കുന്ന പത്രത്തിനകത്തിരിക്കും, മരത്തിലിരിക്കും, ചുമലിലിരിക്കും എന്ന് വേണ്ട സർവേ വ്യാപിയാണ്. അപ്പോൾ അതും ഒരു റിസ്ക്കാണ്. ഞാൻ ഒരുപാട് ആലോചിച്ചു. എന്നാൽ ഈ 2 സീസണും കഴിഞ്ഞ അവസ്ഥയിൽ നിങ്ങൾ ഇത്രയും ആൾക്കാർ ഇത് കണ്ട് അതിനെ ആസ്വദിക്കുകയും വിലയിരുത്തുകയും ചെയ്ത സ്ഥിതിക്ക് നിങ്ങളോട് എൻ്റെ പ്രതികരണം അറിയിക്കുക എന്നുള്ളത് എൻ്റെ കടമയായതുകൊണ്ട് ഞാൻ ഈ ശബ്ദ സംപ്രേഷണത്തിലേക്ക് തിരിഞ്ഞെന്ന് മാത്രം കരുതിയാൽ മതി. പറയാനുള്ള കാര്യങ്ങൾ നമുക്ക്, അതിപ്പോൾ എന്നെ സംബന്ധിച്ച് ശബ്ദത്തിൽ കൂടെ പ്രകടിപ്പിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം എൻ്റെ കഴിവുകൾ പരീക്ഷിച്ച ശബ്ദത്തിലൂടെയാണ്. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ തിരുവനന്തപുരം AIR ആകാശവാണിയിൽ ഡ്രാമ ആൻഡ് മ്യൂസിക് 2ൻ്റെ ഓഡീഷൻ പാസ്സായ ആളാണ്. എനിക്ക് അന്നത്തെ കാലത്ത് തന്നെ ആകാശവാണിയിലുള്ള ലബ്ധപ്രതിഷ്ഠിതരായിട്ടുള്ള കലാകാരന്മാരൊത്ത് എനിക്ക് ശബ്ദം കൊണ്ട് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ എഴുതിയ തുടർനാടകം 10-20 തവണയായിട്ട് ആകാശവാണി എന്ന് പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. അപ്പം ശബ്ദത്തിൽ കൂടെ എന്തെല്ലാം കാര്യങ്ങൾ പറയാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ശബ്ദത്തിലെ സാധ്യതകളെപ്പറ്റിയും എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നുന്ന കാര്യങ്ങൾ അതേപോലെ നിങ്ങളോട് പറയുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്താ, അപ്പോൾ ഫിലിമി ഫ്രൈഡേസ് സീസൺ 1 and 2 കഴിഞ്ഞു. നിങ്ങൾ പ്രേക്ഷകർ അതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് എനിക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ പലർക്കും സംശയമാണ്, ഞാൻ വായിക്കുന്നുണ്ട്. ഒരാൾ എഴുതി, ഇനി ഞാൻ ഇദ്ദേഹത്തിന് വേണ്ടി കമൻറ്റ് എഴുതുന്നില്ല കാരണം അങ്ങനെ നോക്കുന്ന പോലുമില്ല എന്ന് പരിഭവിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ വരുന്ന കമൻറ്റുകൾ നമുക്ക് അപ്പം നോക്കാനും അതിലെൻ്റെ അഭിപ്രായം രേഖപ്പെടുത്താനുള്ള സാവകാശം പലപ്പോഴും ഇപ്പോൾ കിട്ടാറില്ല, അതാണ് സത്യം. പക്ഷേ നിങ്ങൾ എഴുതിയ എല്ലാ കാര്യങ്ങളും, എല്ലാ കമൻറ്റുകളും സസൂക്ഷ്മം വായിച്ചിട്ടുള്ള ആളാണ് ഞാൻ എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ എനിക്ക് അല്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അങ്ങോട്ട് പറയേണ്ടി വരും. നിങ്ങൾ ആദ്യം പറഞ്ഞ അഭിപ്രായം ഇതങ്ങ് അസ്ഥി പിടിച്ചിട്ട് ഈ പ്രോഗ്രാം ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരാൾ അതിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായം, എനിക്ക് ആളിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഞാനത് പറയുമ്പം ആരാണ് അത് എഴുതിയത് അല്ലെങ്കിൽ പറഞ്ഞത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ. അതായത് അടിമയായിപ്പോയി ചേട്ടാ, യജ്ജാതി അവതരണം എന്നാണ് ഒരു സുഹൃത്ത്. ഞാൻ പറഞ്ഞത് ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന സന്തോഷം ഒട്ടും കുറവുള്ളതല്ല. ഞാൻ കാണാത്തൊരു എന്നെയാണ് നിങ്ങൾ ഈ 2 എപ്പിസോഡ് കൂടെ കാണിച്ചു തന്നത്. അതായത് ചിലരുടെ കാഴ്ചപ്പാട് ഞാൻ നല്ലൊരു അധ്യാപകനാണ്, ആവാം. അധ്യാപനവും എനിക്ക് ഒട്ടും അപ്രിയമുള്ളൊരു ജോലിയല്ല. വിദ്യ കൊടുക്കും തോറും ഉയരുടെന്ന് പറയുന്ന പോലെ ഞാനിപ്പോൾ സംവിധാനമായിട്ട് നിൽക്കുമ്പോഴും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന അസിസ്റ്റൻസിനെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ജോലി. ഞാൻ എൻ്റെ ഇത് എഡിറ്റ് ചെയ്യുന്ന എഡിറ്ററെ ഇടയ്ക്ക് വിളിച്ചിട്ട് എനിക്ക് ചില അഭിപ്രായ വ്യത്യാസമുള്ളപ്പോൾ ഞാൻ പറയും, ഞാൻ ഒരിക്കലും നിന്നോട് സംസാരിക്കുന്നതും നിന്നെ തിരുത്തുന്നതും ഈർഷ്യയായിട്ട് തോന്നരുത്. എനിക്ക് വേണമെങ്കിൽ അവിടെ മുറിക്കെന്ന് പറഞ്ഞാൽ മതി. എന്തുകൊണ്ട് അവിടെ മുറിക്കാൻ ഞാൻ പറയുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടത് അതിൻ്റെ കാരണം നീ മനസ്സിലാക്കുമ്പോഴാണ് നീയും വളരാൻ പോകുന്നത്.
അപ്പോൾ അതുകൊണ്ട് ആ സ്നേഹിതൻ്റെ അഭിപ്രായം, ഞാൻ നല്ല അധ്യാപകനാണെന്ന് പറയുന്നത് എനിക്ക് അംഗീകരിക്കാവുന്ന ഒരു എന്താ പറയുന്നത്, ഒരു കോംപ്ലിമെൻ്റ് തന്നെയാണ്. ഒരാൾ അടുത്ത പടി കൂടെ കടന്നുപോയി പറഞ്ഞിട്ടുണ്ട്, സാർ എങ്ങനെയെങ്കിലും ഒരു മാധ്യമ സ്കൂള്, മീഡിയ സ്കൂൾ ആരംഭിക്കണം, അതിനുള്ള ചേരുവകൾ സാറിൻ്റെ കയ്യിലുണ്ടെന്നാണ്. ഓക്കെ. ചിലർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഒരു കൂട്ടർ, ഞങ്ങൾ സംവിധാന മോഹികളുടെ ആവേശമാണ് സാർ. സംവിധാന മോഹികൾ, അതൊരു പുതിയ പ്രയോഗമാണ്. ചിലർ പറഞ്ഞിരിക്കുന്നത് സിനിമാ സ്നേഹികളുടെ പാഠപുസ്തകമാണ് സാർ. അപ്പോൾ ഇതൊന്നും ഒരു മലയാളി വെറുതെ പറയുന്ന കാര്യങ്ങളല്ല. അവൻ്റെ ഉള്ളിൽ തട്ടിയെങ്കിൽ മാത്രമേ പറയുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം. ഇനി വേറൊരു സഹൃദയനായ ആൾ പറഞ്ഞത്, ഇത് എന്താ പറയണ്ടേ, പല ആൾക്കാരുടെ അഭിപ്രായത്തിന് ശേഷമാണ് പറഞ്ഞിരിക്കുന്നത്, ഫിലിമി ഫ്രൈഡേയ്സ് വളരെ നന്നായിരിക്കുന്നു, പക്ഷേ ഇത്രയും സമയം പോരാ, ആഴ്ചയിൽ 1 പോരാ, ആഴ്ചയിൽ 2 ആയിക്കൂടെ. ചിലർ പറയുന്നത് എന്തുകൊണ്ട് എല്ലാ ദിവസവും, ആഴ്ചയിൽ എല്ലാ ദിവസവും ഓരോന്നോരോന്ന് തരണം, ഇത് ഞങ്ങൾക്കതങ്ങോട്ട് ഇരുന്ന് കഴിയുമ്പോഴേക്കും തീർന്നതായിട്ട് തോന്നുന്നു. ചിലർ പറയുന്നത് എന്തിനാ നമുക്ക് ഈ ഫിലിമി ഫ്രൈഡേയ്സിന് വേണ്ട, ഫിലിമി ഡെയിലീസ് എന്ന് പേരിട്ട് എല്ലാ ദിവസവും. കാരണം അവർക്ക് 7 ദിവസം ക്ഷമയോടെ കാത്തിരിക്കാൻ വയ്യ. അതേസമയം പുറം രാജ്യങ്ങളിലുള്ള പ്രേക്ഷകരിൽ പലരും പറയാറുണ്ട്, ഞങ്ങൾ ഈ ദിവസം വരാൻ കാത്തിരിക്കും, വെള്ളിയാഴ്ച വരാൻ കാത്തിരിക്കും, കാരണം വെള്ളിയാഴ്ച വന്നാൽ വെള്ളിയാഴ്ച അന്ന് ഫിലിമി ഫ്രൈഡേയ്സ് ഉണ്ട്. ആ കാത്തിരിപ്പുണ്ടാക്കി. അപ്പോൾ അത് ചില ആൾക്കാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മുമ്പൊക്കെ ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ വെള്ളിയാഴ്ച വരുമ്പോൾ സാറിൻ്റെ സിനിമയുള്ളപ്പോൾ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കും. ഇപ്പം ഞങ്ങൾ വെള്ളിയാഴ്ച വരുമ്പോൾ സാറിൻ്റെ ഫിലിമി ഫ്രൈഡേയ്സിന് വേണ്ടി കാത്തിരിക്കും. അത് എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ ഒരു അംഗീകാരമായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. മനസ്സിലായില്ലേ? കാരണം വെച്ചാൽ അത്രയും അവർക്ക് അതിനോടൊരു ആഭിമുഖ്യം തോന്നി എന്ന് പറയുന്ന കാര്യം. ചില ആൾക്കാർ കാവ്യാത്മകമായിട്ട് എല്ലാ ദിവസവും വെള്ളിയാഴ്ച ആയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ സുഹൃത്തിനെ ഞാൻ മറക്കുന്നില്ല. അപ്പം ഞാനിത് പറയുന്നത്, നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്നുണ്ട്, അല്ലാതെ നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നു എന്ന് ഒരിക്കലും ഇനിയും ചിന്തിക്കരുത്. ഉടനെയുള്ള ഒരു പ്രതികരണം വന്നില്ലെങ്കിലും അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചിന്തിക്കണം, ഇദ്ദേഹം ഇത് കാണുന്നുണ്ട്, എൻ്റെ കമൻറ്റ് അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ധരിച്ച് തന്നെ വേണം കമൻറ്റ് എഴുതാനായിട്ട്. അതിന് ഉടനെ ഒരു ലൈക്ക്, ചിലർ എന്താ ഒരു ലൈക്കല്ലേ അടിക്കാൻ പറ്റുമെന്നുള്ള പരാതിയാണ് ഒരാൾക്കുള്ളത്. അപ്പം ഇതൊക്കെ ഈ ആസ്വാദനത്തിൻ്റെ പല മുഖങ്ങളാണ് ഞാൻ കാണുന്നത്. മനസ്സിലായില്ലേ? പിന്നെ വേറെ ഒരാൾ പറഞ്ഞത് എനിക്കത് ഇഷ്ടപ്പെട്ടു. വളരെ റേഷൻ കുറയ്ക്കുകയാണ്, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള റേഷൻ എല്ലാ ആഴ്ചയും കിട്ടിയെങ്കിൽ ഞാൻ ചിലപ്പോൾ തട്ടിക്കൊണ്ട് പോയിരിക്കും ദിവസവും ഓരോ കഥ പറഞ്ഞ് കേൾക്കാൻ എന്ന് വരെ പറഞ്ഞ്. അത് മറ്റേ ആസ്വാദനത്തിൻ്റെ അങ്ങേ അറ്റത്തെ ലെവലാണ്. അതായത് നമ്മുടെ അപ്പൂപ്പന്മാരൊക്കെ നമ്മളെ പണ്ട് നമ്മുടെ കവിളിൽ മുറുക്കെ പിടിച്ചടാ കൊച്ചക്കള്ള എന്ന് പറയുന്നത് അറിയാമല്ലോ. അത് നമ്മളെ നോവിക്കാനല്ല പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ നമ്മളുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എല്ലാവരും ശ്രദ്ധാപൂർവം ഇത് കാണുന്നു എന്നുള്ളിടത്ത് എനിക്ക് ഭയങ്കരമായ സന്തോഷമുണ്ട്. ചുമ്മാ കണ്ടിട്ട് പോവല്ല. ഓരോ സിനിമ വരുമ്പം, സാർ ആ സിനിമ റാണിചന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ടോ, റാണിചന്ദ്രൻ അഭിനയിച്ചപ്പോൾ ഈ വർഷമാണ്, സാറിൻ്റെ ഈ പടം ഈ വർഷമല്ലേ, ഇങ്ങനെ വിശകലനം ചെയ്യുന്ന മനസ്ഥിതിയിലാണ് സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന, ഗൗരവമായിട്ട് കാണുന്ന ഒരു മനസ്സിലാണ് എൻ്റെ ഈ ഫിലിമി ഫ്രൈഡേയ്സിനെ ആൾക്കാർ വീക്ഷിക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഏതോ ഒരു എപ്പിസോഡ് ഞാൻ അറിയാതെ പറഞ്ഞപ്പോൾ രാഷ്ട്രപതി മഹാത്മാഗാന്ധി എന്ന് പറഞ്ഞുപോയി, സ്ലിപ്പാണ്. പക്ഷെ അതിനെ എടുത്ത് പറഞ്ഞ ആസ്വാദകനുണ്ട്. സാർ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവല്ലേ, രാഷ്ട്രപതിയാണോ? അതെന്ന് പറഞ്ഞാൽ അത്ര ഞാൻ ഹാപ്പിയാണ്, എനിക്ക് ദേഷ്യമല്ല, എനിക്ക് അപ്രിസിയേഷനാണ്. കാരണം നമ്മൾ ഇത്രയും ജാഗരൂകനായിട്ടിരിക്കണം എന്നൊരു തോന്നലുണ്ടാകുന്നത് ആ സമയത്താണ്. പിന്നെ എനിക്കിഷ്ടപ്പെട്ടത് നല്ലൊരു കമൻറ്റ്, അത് ഒരു 10-12 പേര് പറഞ്ഞിട്ടുണ്ട്. അതായത് ചേട്ടാ, പിന്നെ ഇതിൻ്റെ അവസാനമുള്ള ബെല്ലിൻ്റെ ആ ശബ്ദം ഒന്ന് കുറയ്ക്കണം, കാരണം ഞങ്ങൾ കഥയിൽ ലയിച്ചിരിക്കുമ്പോഴാണ് ഈ ബെല്ല് ക്ലിങ് ക്ലിങ് ഞെട്ടിപ്പോവാണ്. ഒരു വ്യക്തി പറഞ്ഞത് കത്തിയെടുത്ത് കുത്തുന്ന വേദനയാണ് ചേട്ടാ, ആ ബെല്ലിൻ്റെ എന്താ പറയുന്നത്, ആ ശബ്ദത്തിൻ്റെ ഡെസിബൽ അതൊന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞ ഏതാനും ആൾക്ക്. അപ്പം ഞാൻ കരുതി എല്ലാ രീതിയും ഒരുപാട് ആൾക്കാർക്ക് സമാനമായിട്ട് അങ്ങനെ തോന്നിയെങ്കിൽ, അപ്പോൾ ഞാൻ പിന്നെ എൻ്റെ എഡിറ്ററോട് പറഞ്ഞു, ആ ബെല്ലിന് നമ്മൾ കൂടുതൽ ഫലം ഉണ്ടാക്കേണ്ട, ഒരു സാവകാശം, ഒരു ചെവിക്ക് ഇമ്പമാകുന്ന ഒരു ട്യൂണിൽ കൊടുത്താൽ മതി ഞാൻ പറയുകയുണ്ടായി. മനസ്സിലായില്ല? അപ്പോൾ അതും ഞാൻ നല്ല രീതിയിലാണ് കാണുന്നത്. കാരണം പിന്നെ ചിലർ പറഞ്ഞിരിക്കുന്നത്, വർത്തമാനം പറയുമ്പോൾ ഒരിക്കലും മുഖം കൈ കൊണ്ട് മറിക്കരുത്. ഇങ്ങനെയാണ് ഞാൻ രാഷ്ട്രപതിയും പറഞ്ഞു പോയത്. എന്താ വെച്ചാൽ അങ്ങനെ വരുമ്പോൾ ഫോക്കസ് ഔട്ടായി പോകുന്നു. കറക്റ്റാണ്, അത് എൻ്റെ ശരീരഭാഷയുടെ ഒരു സ്വഭാവമായിട്ട് വരുന്നതാണ്. ചില എണ്ണന്മാർ
നമ്മളെ എന്താ പറയുക നമുക്ക് ചൊറിച്ചിലുണ്ടാകുന്ന വർത്തമാനം പറയുന്നുണ്ട്, ഞാൻ ശ്രദ്ധിക്കുന്നില്ലത്. ചേട്ടൻ വീർത്തുപോയി, കഴുത്ത് പെരുവിയിരിക്കുന്നു എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായിക്കോട്ടെ, പക്ഷേ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെയുള്ള ഈ വണ്ണം കൂടിയോ വണ്ണം കുറഞ്ഞോ ചുണ്ടിൻ്റെ താഴെ കറുത്ത പാടുണ്ടോ അത് നോക്കാനായിട്ട് നിങ്ങൾ ഒരിക്കലും ഈ പിന്നെ പ്രോഗ്രാമിന് മുമ്പിൽ ഇരിക്കരുത്. നമുക്കതല്ല ആവശ്യം. ഞാൻ പറയുന്നത് എന്താണോ ആ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കുള്ള വിയോജിപ്പ് രേഖപ്പെടുത്താം. പക്ഷേ അതിനർത്ഥം വേണം. അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ശൈലി വന്നാൽ, അതായത് അത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം ഈ എഴുതിയവൻ ശരിയല്ല എന്ന് തോന്നിയാൽ ഞാൻ നിർബന്ധമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയും. എന്താ വെച്ചാൽ എൻ്റെ ഈ യൂട്യൂബ് ചാനൽ ഞാൻ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നൊരു ക്ഷേത്രമാണ്. അവിടെ ഞാൻ മറ്റു പല യൂട്യൂബുകളിലും വരുന്ന കമൻറ്റുകൾ കാണുന്ന ആളുമാണ്. അപ്പോൾ ഇതിനകത്തുള്ളത് എൻ്റെ ഒരു യൂട്യൂബ് കുടുംബമാണിപ്പം. എനിക്കിത് ഇതുവരെ ഇല്ലാതിരുന്നൊരു കുടുംബം ഇപ്പോൾ ഉണ്ടായിരിക്കുക. അതാണ് യൂട്യൂബ് കുടുംബം. അപ്പോൾ അവരെ സന്തോഷമായിട്ട് സമ്മേളിക്കുന്നിടത്ത് കിണ്ണമെടുക്ക് കാണിക്കാനാണെങ്കിലും, കാരണം ഈ ആനയുടെ മുമ്പിൽ നിന്ന് ബഹളം ഉണ്ടാക്കിയാലേ പാപ്പാന് വിലയുള്ളൂ എന്ന് പറയുന്ന പോലെ ചുമ്മാ എന്തെങ്കിലും അബദ്ധങ്ങൾ, യാതൊരു അർത്ഥമില്ലാത്തത്. പിന്നെ അടുത്തത് ഞാൻ ഏതോ ഒരു ഭാഗത്ത് തിരുവനന്തപുരം ഭാഷ തമാശയ്ക്ക് പറഞ്ഞപ്പോഴേക്കും വേറെ ഏതോ കണ്ട ഒരാൾ ഞങ്ങൾ തിരുവനന്തപുരത്തെ കളിയാക്കിയതാണ്. ദയവ് ചെയ്ത് അങ്ങനെയുള്ള ചിന്തയൊന്നും കൊണ്ടുവരരുത്. നമുക്കിതിനകത്ത് തിരുവനന്തപുരത്തുകാരുമില്ല, കോട്ടയത്തുകാരുമില്ല, കടുത്തുരുത്തിക്കാരുമില്ല, ഒന്നുമില്ല, ഹിന്ദുവില്ല, മുസ്ലിമുമില്ല, ക്രിസ്ത്യാനിയില്ല. നമ്മൾ പ്രേക്ഷകരാണ്. ഒരു സിനിമാ സംവിധായകൻ്റെ അനുഭവങ്ങൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ അതിലേക്ക് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇത്രയും പേരെനിക്ക് ഈ അഭിപ്രായങ്ങൾ ഇത്തരത്തിലേക്ക് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്ന സന്തോഷം എന്നുള്ള വേറൊരു കാരണമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു പക്ഷേ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്ത്യയിൽ പോലും ഒരു സംവിധായകൻ തൻ്റെ ജീവിതത്തെ ഇത്തരത്തിൽ ആലേഖനം ചെയ്ത് അവതരിപ്പിച്ചിട്ടില്ല. ഇതൊരു ഡിജിറ്റൽ ബയോഗ്രഫി ഓഫ് എ ഫിലിം മേക്കറാണ്. ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഡെഫിനറ്റ്ലി ഇൻ കേരള. കേരളത്തിൽ ഏത് സംവിധാനം ചെയ്തിട്ടുണ്ട് പറഞ്ഞാട്ടെ? ഇല്ല. അത് ഇത്രയും അഭിപ്രായം ഉണ്ടാക്കി നിങ്ങളുടെ എജ്ജാതി അവതരണം എന്നൊക്കെയാണ് എല്ലാവരും എന്നെ പ്രസൻറ്റ് ചെയ്ത് എന്നെ അവതരിപ്പിച്ചിരിക്കുന്നത്. യു ആർ എ സൂപ്പർ സ്റ്റോറി ടെല്ലർ, നല്ല പ്രസൻറ്റേഷൻ. അത് വായിച്ചു മതിയായിരിക്കും. അപ്പം മലയാളികളായ നിങ്ങൾ ഇത് കാണുന്ന ആൾക്കാരൊന്നും മഠയന്മാരാണെന്ന് എനിക്ക് ധാരണയില്ല. ഇത്രയൊക്കെ വന്നിട്ട് എനിക്കുള്ള ചെറിയൊരു വിഷമം നിങ്ങളോട് ഷെയർ ചെയ്യാണ്. എത്രയോ പ്രസിദ്ധീകരണങ്ങൾ മലയാളത്തിലുണ്ട്. ഒരു പ്രസിദ്ധീകരണം പോലും ഇങ്ങനൊരു സംഗതി ഉണ്ടെന്നോ ഒരു സംവിധായകൻ്റെ അനുഭവങ്ങളെപ്പറ്റി പറയുന്നെന്നോ അതിന് ഇത്തരം അഭിപ്രായങ്ങൾ വരുന്നുണ്ടെന്നോ ആരും പരാമർശിച്ചിട്ടില്ല. കാരണം ക്ഷീരമുള്ള അകിടും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം നിർത്താം. അപ്പം നിങ്ങൾ അവിടെയാണ് നിങ്ങളെനിക്ക് ധൈര്യം തന്നത്. അതായത് നിങ്ങളെല്ലാവരും ഒരുമിച്ച് പറയുന്ന വേറൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാം ഞാൻ കേൾക്കും, ഉചിതമായത് സ്വീകരിക്കാമെന്നോ മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പറഞ്ഞ സംഭവമുണ്ട്. അതായത് ചേട്ടാ, ഓരോ എപ്പിസോഡും കഴിയുമ്പോൾ ചേട്ടൻ്റെ ഒരു സിനിമ കണ്ട തോന്നലാണ്. അത് ഒരുപാട് പേരുടെ അഭിപ്രായമാണ്. പിന്നെ ചേട്ടൻ ഇത് പറയുമ്പം എന്നോട് മാത്രം പറയുന്ന പോലെ എനിക്ക് തോന്നിപ്പോകുന്നു. ഞാനിത് പറയുന്നത് നിങ്ങൾ എഴുതിയ ആൾക്കാർ ഇത് കേൾക്കുകയാണെങ്കിൽ അവർക്കറിയാം എന്നെ പറ്റിയാണ് പറഞ്ഞത്. പേര് ഞാൻ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നോട് മാത്രം പറയുകയാണ്. അപ്പോൾ ഒരു സിനിമ, ഓരോ എപ്പിസോഡ് ഒരു സിനിമയുടെ സുഖം. പിന്നെ ചേട്ടൻ വിവരിക്കുന്ന സന്ദർഭങ്ങൾ, വർണ്ണിക്കുന്ന ചിത്രങ്ങൾ, അത് ഞങ്ങളുടെ മനസ്സിൽ പതിഞ്ഞു പോവുകയാണ്. ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് തോന്നിപ്പോവുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ സമാനമായി പറഞ്ഞ അഭിപ്രായക്കാർ ഒരുപാടുണ്ട്. ഏറ്റവും ഒടുവിലത്തെ പിന്നീട് എന്താ പറയുന്നത്, ഇപ്പോൾ എപ്പിസോഡിൽ ഞാൻ ഉത്രാട രാത്രിയിൽ ഭ്രമണപഥം വഴി അത് പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് ചേട്ടാ ആ പാട്ട് കേട്ടത് സത്യം പറഞ്ഞാൽ കണ്ണ് നിറഞ്ഞു പോയി, കരച്ചിൽ വന്നു പോയി. അപ്പോൾ എന്നൊക്കെ ചിലർ എൻ്റെ ഉള്ളിൽ ഞാൻ ചിന്തിക്കുമല്ലോ, ഞാനൊരു കുഞ്ചൻ നമ്പ്യാർ ചിന്തയിൽ ആകൃഷ്ടനാകുന്ന വ്യക്തിയാണ്. അപ്പോൾ ഞാൻ കരുതി എന്താണ് ഇവരെല്ലാം എൻ്റെ പാട്ട് കേട്ട് കരയാൻ തുടങ്ങുന്നത്, പാട്ടിൻ്റെ അവസ്ഥ അതാണോ എന്നെൻ്റെ ഉള്ളിൽ തോന്നി. അല്ല, ചിലർ പറഞ്ഞു ഇല്ല ചേട്ടൻ പാടുന്നതിലും ചേട്ടൻ്റെ കണ്ഠത്തിൻ്റെ ഒരു ഇടർച്ച തോന്നി. ഞങ്ങൾക്കത് വല്ലാതെ വേദനയുണ്ടായി, നല്ലൊരു നൊമ്പരം പോലെ തോന്നി. അപ്പോൾ ആ പാട്ടും അത്തരത്തിലാണ്, ഒരു ഫിലോസഫിക്കൽ സോങ് ആണ്. അപ്പോൾ അത് ചേട്ടൻ ആ ഓംകാരം എന്ന് ഓം എന്നുള്ള ശബ്ദം കൊടുത്തതൊക്കെ ഇത് ഞാൻ ആലോചിക്കുന്നത് എത്ര ശ്രദ്ധയോടെ നിങ്ങൾ കണ്ടിരിക്കുന്നു. എനിക്കവിടെയാണ് സന്തോഷവും അഭിമാനവും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ള സംഭവം വരാൻ പോകുമ്പോഴും എന്നോടൊപ്പം നിങ്ങൾ നിൽക്കുക. എനിക്ക് ഇപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യം പിന്നെ ചിലർ ഞാൻ പറഞ്ഞത്, ഞാൻ എവിടെയോ മദ്രാസിൽ ഈച്ചകളാണ് കൂടുതലുള്ളത്. അപ്പം ഈച്ചകളെല്ലാം കൂടെ ചേർന്ന ഒരു ചോറുകുതിയുടെ പുറത്തിരുന്നാൽ നമ്മളറിയത്തില്ല, കറുത്തിരിക്കും, അടുത്തില്ല ഇവിടെ പറന്നു പോകത്തുള്ളൂ. ഒരു പ്രേക്ഷകൻ എനിക്കിതേപോലെ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് പുള്ളിയുടെ അനുഭവം പറഞ്ഞ് എനിക്ക് അത്ഭുതം തോന്നി.
ഒരേ സംഗതി ഒരേപോലെ ലോകത്തിൻ്റെ 2 സന്ദർഭങ്ങളിൽ 2 ഘട്ടങ്ങളിൽ 2 സ്ഥലങ്ങളിൽ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആശ്ചര്യകരമായ കാര്യമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊരു വെറുതെ ഒരു സിനിമാ പ്രോഗ്രാം അല്ല. നമ്മളിതിൽ കൂടെ ഞാൻ ഓഫ്കോഴ്സ് ഞാൻ ജേർണലിസ്റ്റെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല ജേർണലിസ്റ്റ് എങ്ങനെ ആയിരിക്കണം, ഒരു സിനിമ ഒരു പത്രപ്രവർത്തകൻ എങ്ങനെയാണ് നമ്മൾ ഒരു വ്യക്തിയെ കൈകാര്യം ചെയ്യേണ്ടത്. അത് ഞാൻ തെറ്റുവന്ന ഭാഗത്ത് എൻ്റെ തെറ്റ് ഞാൻ അഡ്മിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്നെ ട്രെയിനിൽ സീസൺ ടിക്കറ്റ് മാറി സഞ്ചരിച്ചവനെ പിടിച്ചു എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നെ പിടിച്ചു, അത് പറയണം. ഇത് തുറന്നു പറച്ചിലാണ്. ഇത് തുറന്നു പറഞ്ഞ് നമ്മൾ എല്ലാം കൂടെ കൊണ്ടുപോകാനാണ്. അപ്പോൾ എന്നിലുള്ള ഞാൻ ആർജിച്ച എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ ആർജിച്ചിട്ടുള്ള ഒരു അറിവ് അത് എൻ്റെ അടുത്ത തലമുറയ്ക്ക് പങ്കിടുക എന്നുള്ള സതുദ്ദേശം മാത്രമേ എനിക്കകത്തുള്ളൂ. അല്ലാതെ ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തു എന്നൊരു മെയിന് പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ സത്യം പറഞ്ഞത്. പിന്നെ ചില ആൾക്കാരുടെ സംശയങ്ങളുണ്ട്, അതിന് ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്തുകൊണ്ട് ഉത്തരാടത്തിലെ ശശിയെ പിന്നെ കണ്ടില്ല ചോദ്യമാണ്. പിന്നെ കാണാത്തതല്ല. എൻ്റെ 25ാമത്തെ പടം അച്ചുവേട്ടൻ്റെ വീട് വന്നപ്പോൾ ശശിയെ ഞാൻ പോയി ക്ഷണിച്ച് അതിലൊരു വേഷം ചെയ്തതാണ്. പിന്നെ കൂടുതൽ പടങ്ങൾ ശശിക്ക് എൻ്റെ ചെയ്യാമായിരുന്നു. അത് ചെയ്യാൻ സാധിക്കാതെ പോയതിൻ്റെ കാരണങ്ങൾ ചർച്ച ചെയ്യേണ്ട ഒരു വേദിയല്ലേ, അതുകൊണ്ട് ഞാൻ പറയാത്തതാണ്. അല്ലാതെ എന്നും ഞാൻ ഇൻഫാക്റ്റ് ഈ പ്രോഗ്രാമിൽ തന്നെ ശശിയെ പങ്കെടുപ്പിക്കാൻ ഒരുപാട് ശ്രമിച്ചതാണ്. പക്ഷെ നടന്നില്ല. അത് ചില കാര്യങ്ങൾ നടക്കില്ല, അങ്ങനെ അങ്ങ് വിട്ടു ഞാൻ. പിന്നെ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടത് ജർമ്മനിയാണ്. അത് അടുത്ത കോമഡി. എവിടെ പോയി ജർമ്മൻ എവിടെ, സൗദി പോയി എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് എന്താ പറയുക, നമ്മൾ പണ്ട് കുട്ടിക്കാലത്ത് എൻ്റെ മുത്തശ്ശിമാരെനിക്ക് രാമായണത്തിൻ്റെ കഥയെ പറഞ്ഞു തരുമ്പം മുത്തശ്ശി അപ്പം രാമൻ സീതയെ എങ്ങനെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ഒരു നിഷ്കളങ്കത്വം അതുകൊണ്ട് ഈ ചോദ്യങ്ങളിലൊക്കെ. ജർമ്മൻ സൗദി പോയിട്ട് എന്തായി? ജർമ്മൻ ഏതാണ്ട് അവരുടെ വേണ്ടപ്പെട്ട വളരെ വേണ്ടപ്പെട്ട വ്യക്തി സംസാരിക്കുന്നത്. ഈ ജർമ്മനെ സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് ഒരു തലയിലെടുത്താണ്. ജർമ്മൻ കൊച്ചിയിൽ തന്നെയുണ്ട് ശരിക്കും പറഞ്ഞാൽ. ജർമ്മനെ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്ത് അദ്ദേഹത്തിൽ കൂടെ പരിചയപ്പെട്ടത്. മിസ്റ്റർ റോളൻ ലോപ്പസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യപ്പെട്ടു എനിക്ക് ജർമ്മനിനെ കാണണം. അങ്ങനെയാണെങ്കിൽ നിങ്ങളെ ഒറിജിനൽ ജർമ്മനെ ഞാൻ കാണിച്ചേനെ. അപ്പോൾ നിങ്ങൾ ഹാപ്പിയാവും. എത്രത്തോളം ശ്രമിച്ചിട്ടും ജർമ്മൻ വാസ് മിസ്സിങ്. എനിക്കറിയില്ല, ഒരു യാത്രയിലോ ഒക്കെ ആയിരിക്കും. പക്ഷേ അത് വലിയ നിരാശയായിപ്പോൾ എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ജർമ്മൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നു, നിങ്ങളതിനെ ബുദ്ധിമുട്ടണ്ട. ഇതിൽ വരാൻ സാധിക്കാത്ത ഒരു ദൗർഭാഗ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെ വേറൊരു വിദ്വാൻ ചോദിച്ചു, അല്ല മദ്രാസിലെ കോടമ്പാക്കത്തെ കഥയെ കഴിഞ്ഞപ്പോഴേ ചലച്ചിത്ര പരിഷത്തൊക്കെ ഉള്ളതല്ലേ, അതിനെപ്പറ്റി ഒന്നും പരാമർശിച്ചില്ല. ഞാൻ പറഞ്ഞു ആ സമയത്തൊന്നും ഞാൻ പരിഷത്തിലേക്കും പോകുന്ന ചുറ്റുപാടായിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ പോയിരുന്നത്. അതൊക്കെ അന്നത്തെ സിനിമ സെലിബ്രിറ്റീസിനുള്ള കേന്ദ്രമായിരുന്നു, മനസ്സിലായില്ലേ. പിന്നെ അടുത്ത കൂട്ടത്തിലുള്ള അല്പം വാലൂരുത്ത ചോദ്യമുണ്ട്. അതായത് ശിവശങ്കരപ്പിള്ളയുടെ മകൻ എങ്ങനെ ബാലചന്ദ്രൻ മേനോനായി, പിള്ളയുടെ മകൻ എങ്ങനെ മേനോനായി എന്നുള്ളതാണ് ചോദ്യം. കംപ്ലീറ്റ് ജാതിയായ വിഷയം. എനിക്ക് ഈ ജാതി പറയുക എന്ന് പറയുന്നത് പോലെ അതുപോലെ എനിക്ക് എന്താ പറയണ്ടേ, ഡിസ്ഗസ്റ്റിംഗ് ആയ വേറൊരു വിഷയമില്ല. നിങ്ങളിതിനകത്ത് കണ്ടു കാണും. ഞാനൊന്നും കള്ളം പറഞ്ഞ കാര്യമല്ലേ പറഞ്ഞേ. ഉത്രാടരാത്രി എന്ന പടത്തിൻ്റെ നിങ്ങൾ അല്ലെങ്കിൽ എപ്പിസോഡും തിരിച്ചിട്ട് കണ്ടു നോക്കൂ. അതിൻ്റെ റെക്കോർഡിങ്ങിന് ഞാൻ പേര് വെച്ചിരിക്കുന്നത് സ്റ്റോറി ഡയറക്ഷൻ എന്ന് പറഞ്ഞ് ഞാൻ വെച്ചിരിക്കുന്നത് ബാലചന്ദ്രൻ എന്നാണ്. ഞാൻ ബാലചന്ദ്ര മേനോൻ എന്നുള്ള പേരിലല്ല അടുത്ത പടം ചെയ്തത്. പക്ഷേ ആരോ പറഞ്ഞ പോലെ ജനമെല്ലാം കൂടെ വിളിച്ച് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ പോലെ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് എന്നെ ബാലേന്ദ്രനാക്കി. അപ്പോൾ സൗകര്യപൂർവ്വം കുറേ പേര് എന്നെ മേനോനാക്കി വിളിച്ചുകൊണ്ടിരിക്കും. ഇനിയിപ്പം മേനോൻ എന്നുള്ള പേര് മാറ്റിയാൽ മന്തി എത്തുന്ന പോലെ ഉള്ളൂ. പണ്ട് മന്തുള്ളവെന്ന് പറയും, ഇത് കഴിഞ്ഞാൽ മന്തി എത്തിയവനല്ലെന്ന് ചോദിക്കും. ആ വ്യത്യാസം മാത്രമേ അതുകൊണ്ട് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് പിള്ളയും മേനോനുമായിട്ടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. എൻ്റെ അച്ഛനെ ഞാൻ ജനിച്ചു എന്നുള്ളത് തന്നെയാണ് എൻ്റെ സന്തോഷവും അഭിമാനം എന്ന് കരുതുക. ഇത് ഇങ്ങോട്ട് ചോദിച്ചതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അടുത്ത ഒരുപാട് പേര് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് കലിക ചേട്ടൻ്റെ പേര് കണ്ടില്ല? അത് വളരെ കാലികമായ ന്യായമായൊരു ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം പറയാൻ ഞാൻ ബാധ്യസ്ഥനുമാണ്. ഞാനാണല്ലോ പടം ഡയറക്റ്റ് ചെയ്തത്. അപ്പോൾ ഡയറക്റ്റ് ചെയ്ത ഒരാളുടെ പേരില്ലാതെ ഒരു പടം ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് പറ്റില്ല. ഇന്നത്തെ കാലത്ത് ഒരുപാട് സംഘടനകളാണ്. അന്ന് സംഘടനയൊന്നുമില്ല. അന്ന് സിനിമ എടുക്കുന്ന പ്രൊഡ്യൂസർക്ക് പരമാവധിയായിട്ടുള്ള കാലമായിരുന്നു. അപ്പോൾ അതിൻ്റെ കാരണം ഞാൻ തീർച്ചയായും അത് ഞാൻ ഡെഫിനറ്റ്ലി സീസൺ 3 ഞാൻ തീർച്ചയായിട്ടും പറയും. അപ്പോൾ സീസൺ 3 പറ്റി പറയുമ്പോൾ അതുകൂടെ പറയാനത് പറ്റുകയില്ല. സീസൺ 3 എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് എന്താ പറയുക, വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മളിതുവരെ കുളത്തിന് കരയ്ക്ക് നിന്നാണ് സംസാരിച്ചത്. ഇനി കുളത്തിലിറങ്ങി കളിക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങോട്ടും കളിക്കുമ്പം
കുറച്ച് പേര് വെള്ളം എടുത്ത് മുഖത്തെറിയും, ജലക്രീഡകൾ വരുമ്പോൾ നമ്മളെല്ലാം മറന്ന് കുറേ ആഹ്ലാദിക്കും, അതൊക്കെ ഉണ്ടാവും. എന്ന് പറയുന്ന പോലെ സീസൺ 3 എന്ന് പറയുന്നത് ഉത്രാട രാത്രി മുതൽ എന്നാലും ശരത് വരെയുള്ള എൻ്റെ സിനിമകളുടെ പിന്നാമ്പറ കഥകളാണ്. പിന്നാമ്പറ കഥ എന്ന് പറഞ്ഞാൽ ആ ചിത്രത്തിൻ്റെ നിർമ്മാണ വേളയിൽ എനിക്കുണ്ടായിട്ടുള്ള പാഠങ്ങൾ, അതാണ് ഒരു സിനിമാ വിദ്യാർത്ഥി പഠിക്കേണ്ടത്. എനിക്കുണ്ടായ പരീക്ഷണങ്ങൾ, ഇപ്പം നിങ്ങൾ കരികയിൽ പേര് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ പോലെ എനിക്കുണ്ടായ പ്രതിസന്ധികൾ, ഞാനതിനെ എങ്ങനെ നേരിട്ടത്, എനിക്കുണ്ടായ തകർച്ചകൾ, എനിക്കുണ്ടായ വിജയങ്ങൾ, ആ വിജയങ്ങളിൽ നിന്നും എനിക്കുണ്ടായ പരാജയങ്ങൾ, അതിൽ നിന്ന് ഞാൻ പഠിച്ച പാഠങ്ങൾ, ഇതൊക്കെയാണ് ഞാൻ അവതരിപ്പിച്ച നായികമാർ ശോഭന, കാർത്തിക, പാർവതി, ലിസി, നന്ദിനി, ആനി എന്നൊക്കെ തുടങ്ങിയിട്ട് ഉഷ, അങ്ങനെ തുടങ്ങി. പിന്നെ സുഖം സുഖരത്തിലൊരു മീരയുണ്ട്, അങ്ങനെയുണ്ട്. അങ്ങനെ ഒരുപാട് ഈ കൊടുത്ത് പറയാം. ഒരു വിദ്വാൻ എൻ്റെ സുഖം സുഖകരം സിനിമയുടെ പേര് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചേട്ടൻ്റെ ഈ പ്രോഗ്രാം രസകരം എന്ന് എഴുതിയത് ഞാനിപ്പോൾ ഓർക്കുക കേട്ടോ, പോട്ടെ. അപ്പോൾ അതുകൊണ്ട് ഈ നായികമാരെ ഞാൻ കണ്ടെത്തി, അവരെ ഇങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്നത് ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. പ്രശ്നങ്ങൾ നായകന്മാരും ഉണ്ട്, നായികമാരും ഉണ്ട്. 2 പേരെ സംബന്ധിച്ച് പറയുമ്പോൾ എനിക്ക് ഒരുപാട് കഥകൾ എങ്ങും പറയാത്തതാണ് പോയി. അത് ഒരു ചലച്ചിത്ര വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്ക് പറയാൻ താല്പര്യം. ഞാൻ എങ്ങനെയാണ് അവരെ സമീപിച്ചത്. എന്താ പറയണ്ടേ, എന്നെ വെറുതെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് വന്നൊരു പെൺകുട്ടിയാണ് ആനി എൻ്റെ നായികയായി. കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും, എങ്ങനെയായി? അതിൻ്റെ പിന്നിൽ കഥയുണ്ട്. ആ കഥകളാണ് ഏറ്റവും കൂടുതൽ രസപ്രദം. പിന്നെ ഏറ്റവും സീനിയേഴ്സായി പല ആൾക്കാരും നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്, ഞാൻ കുറേ ആൾക്കാരെ പറ്റി എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. എല്ലാവർക്കും അങ്ങ് ഭയങ്കര ആവേശമാണ്. ഞാൻ ഈ ആൾക്കാരെ പറ്റി പറഞ്ഞ കാര്യം, യേശുദാസിനെ പറ്റി അറിയണം, ജോൺസനെ പറ്റി അറിയണം, രവീന്ദ്രനെ പറ്റി അറിയണം, ദാസേട്ടനെ പറ്റി, യേശുദാസിനെ പറ്റി അറിയണം, ദേവരായ മാഷ് എന്ന് വേണ്ട, അങ്ങനെ പറഞ്ഞ ഏറ്റവും കൂടുതൽ അതിൽ ഇന്നും ആരാധകർ അറിയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞ നടൻ ജയനാണ്. ദൗർഭാഗ്യവശാൽ എനിക്ക് വളരെ അകന്ന ബന്ധം മീൻസ് എൻ്റെ പടങ്ങളിലൊന്നും അഭിനയിക്കാത്തതുകൊണ്ടാണ് ജയൻ. ആ ജയനെപ്പറ്റി എന്നോട് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്കറിയാവുന്ന കാര്യങ്ങൾ പറയാമെന്നുള്ളതല്ലാതെ. കാരണം അപ്പം ഇന്നും മരിച്ചിട്ട് ഇത്രയും വർഷമായിട്ടും ജയനെപ്പറ്റി അറിയാനുള്ള ആകാംക്ഷ, ഇതാണ് സിനിമയുടെ സ്വാധീനം. അപ്പോൾ സിനിമ സ്വാധീനിക്കില്ലെന്നും പറയരുത്. ചില ബുദ്ധിജീവികളൊക്കെ പറയാറുണ്ട്, സിനിമയൊന്നും സ്വാധീനമേ ഉള്ളൂ എന്ന്. അതുകൊണ്ട് തന്നെയാണ് സിനിമ എന്ന മാധ്യമം കൈകാര്യം ചെയ്യുന്നത് സൂക്ഷിക്കണമെന്ന് നമ്മൾ പറയുന്നതും നമ്മൾ അത്തരത്തിലുള്ള സിനിമകൾ മാത്രം എടുത്ത് കാണിച്ചു കൊടുക്കുന്നതും. അത്രയേ ഉള്ളൂ. പിന്നെ കുറേ പേരെൻ്റെ രൂപത്തെയും വേഷവിധാനത്തെ പറ്റിയ കോംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ധരിച്ച വസ്ത്രങ്ങളുടെയൊക്കെ മുഴുവൻ ക്രെഡിറ്റ് എൻ്റെ ഭാര്യയ്ക്കാണ്. എനിക്ക് യാതൊരു പങ്കുമില്ല, തരുന്നത് വാങ്ങിച്ചിടുക എന്നുള്ളതല്ലാതെ. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞിട്ടുള്ള അഭിനന്ദനങ്ങൾ ഞാൻ എൻ്റെ ഭാര്യയെ അറിയിക്കുകയും ചെയ്യുന്നു. പിന്നെ കാര്യമാത്ര പ്രസക്തമായ 2 അഭിപ്രായങ്ങൾ കൂടെ ഈ യൂട്യൂബ് കുടുംബാംഗങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത്, ചേട്ടൻ സിനിമയിൽ സജീവമായിട്ട് വരണം. പണ്ട് കണ്ട സിനിമകളുടെ സ്വാധീനം കൊണ്ട് പറഞ്ഞു പോകുന്നതാണ്. ഞങ്ങൾക്ക് അങ്ങനെയുള്ള സിനിമകൾ വേണം. അതിൽ ഏറ്റവും ശക്തിയോടെ അതിന് ലീഡർഷിപ്പ് കൊടുത്ത് പറഞ്ഞത് ഒരു കുടുംബമാണ്. ആ കുടുംബം ഈ കോവിഡ് സമയത്ത് എൻ്റെ എല്ലാ പഴയ പടങ്ങളും യൂട്യൂബിൽ വന്നിട്ടുള്ളതും എല്ലാം കണ്ടിട്ട്, ആ കോവിഡ് വന്നത് ഭാഗ്യമായി എന്നവർ പറയുന്നുണ്ട്. ചേട്ടൻ്റെ പടങ്ങളെല്ലാം ഞങ്ങൾ ഒരിക്കലും കരുതിയിരുന്നില്ല ഇതാണ് ചേട്ടൻ്റെ സിനിമകൾ ഇങ്ങനെയുള്ളതാണെന്നുള്ളത് എനിക്ക് അറിവുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞങ്ങൾക്ക് അതിനുള്ളൊരു ഐഡിയ കിട്ടിയത്. ചേട്ടൻ സിനിമയിൽ സജീവമാകണം, യൂട്യൂബിൽ ഇരുന്നാൽ മാത്രം പോരാ എന്ന് ശഠിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ അഭിപ്രായം വന്നിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് എൻ്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. എനിക്ക് നല്ല സിനിമകൾ ചെയ്യണമെന്ന നിർബന്ധം കൊണ്ടാണ് ഞാൻ മാറി നിൽക്കുന്നത്. ഞാൻ യെസ് എന്ന് പറഞ്ഞതിനേക്കാൾ കൂടുതൽ എണ്ണത്തിലുള്ളത് സിനിമയിൽ ഞാൻ നോ പറഞ്ഞ അവസരങ്ങളാണ്. അങ്ങനെ നോ പറഞ്ഞ് സൂക്ഷിച്ചതുകൊണ്ടാണ് നിങ്ങളെന്നും എന്നെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് സിനിമയുടെ കാര്യത്തിൽ ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ അവസ്ഥയിൽ എല്ലാം ഒന്ന് കലിങ്ങത്തലിട്ട്, അപ്പോൾ നമുക്ക് സിനിമയുടെ കാര്യത്തിൽ നിർബന്ധമായിട്ടും നിശ്ചയമായിട്ടും ഒരു തീരുമാനം എടുക്കാം എന്ന് ഞാൻ പറയുന്നു. രണ്ടാമത്തെ അഭിപ്രായം എന്ന് പറയുന്നത്, അത് എന്താ പറയുന്നത്, അത് ആരും മോശക്കാരല്ല, ശക്തമായ രീതിയിൽ പറയുകയാണ് ചേട്ടൻ രാഷ്ട്രീയത്തിൽ വരണം. അത് പിന്നെ എന്താ പറയാൻ രാഷ്ട്രീയത്തിൽ വരുമോ എന്ന് ചോദിച്ചാൽ വരുമെന്ന് പറയാൻ പറ്റുകയില്ല. വരത്തില്ലേ എന്ന് ചോദിച്ചാൽ, ബലിപ്പിച്ച് ചോദിച്ചാൽ വരത്തില്ലെന്നും പറയാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ സ്ഥിതി. അവിടെ ഞാൻ നമ്മുടെ പഴയ തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ കാമരാജൻ്റെ ബുദ്ധിപൂർവമായ ഒരു ഉത്തരം ഞാൻ നിങ്ങൾക്ക് തരും. അങ്ങ് രാഷ്ട്രീയത്തിൽ വരുമോ? പാക്കല. അങ്ങ് രാഷ്ട്രീയത്തിൽ വരത്തില്ലേ? പാക്കല.
അവിടെ നമുക്കത് നിർത്താമെന്ന് തോന്നുന്നു. അപ്പോൾ ഈ സീസൺ 3 എനിക്കിനി പ്രധാനമായിട്ട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ എന്നോടൊപ്പം സഹകരിക്കണം. എനിക്കിപ്പോൾ എന്താ പറയേണ്ടത്, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നത്തിങ് സക്സീഡ്സ് ലൈക്ക് സക്സസ് എന്ന് പറയും. വിജയമാണ് എല്ലാത്തിൻ്റെയും എന്താ പറയണ്ടേ പൂർത്തീകരണം. അപ്പോൾ നമ്മുടെ നല്ല അഭിപ്രായമാണ്, എല്ലാം ശരിയാണ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കൊരു ഫേസ്ബുക്ക് പേജുണ്ട്. മോർ ദാൻ 1 lakh എൻ്റെ ഫോളോവേഴ്സ്. ഒന്നും ഞാൻ കൃത്രിമമായിട്ട് ആർട്ടിഫിഷ്യലായിട്ടുള്ള മെത്തേഡിൽ കൂടെ കൂട്ടിയതല്ല, എല്ലാം എൻ്റെ ഓർഗാനിക്കായിട്ടുള്ള വളർച്ചയാണ്. അതായത് ആ 1 ലക്ഷം പേര് എന്നെ ഇഷ്ടപ്പെട്ട് വന്ന് എൻ്റെ ഫേസ്ബുക്കിൽ ജോയിൻ ചെയ്ത് തരാം. എന്നെ പറയുന്ന പോലെ നിങ്ങൾ വിചാരിച്ചാൽ പറ്റും. നിങ്ങളുടെ ഗ്രൂപ്പുകളിലും നിങ്ങളുടെ പരിചയക്കാരുടെ ഇടയിലുമൊക്കെ നമ്മളെ ഈ ഗ്രൂപ്പ് എൻ്റെ ലിങ്ക് കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞാൽ അത് വലിയ സഹായമായിരിക്കും. എനിക്കിപ്പം ഒരു യൂട്യൂബ് ഫാമിലി, എൻ്റെ ഒരു പുതിയ കുടുംബം എന്ന രീതിയിലാണ് ഞാൻ പറയുന്നത്. എനിക്കത് പറയാൻ യാതൊരു ഉപേക്ഷയും തോന്നുന്നില്ല. യു ക്യാൻ ആസ്ക് ദം ടു ജസ്റ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും. അത് ഗ്രൂപ്പുകളിൽ പോകുമ്പോൾ 10 പേരുള്ള ഒരു സംഘത്തിൽ കൊടുത്താൽ 10 സബ്സ്ക്രൈബേഴ്സായി. ഒരാൾ കൊണ്ട് കാര്യമില്ല. ഒരു ഗ്രൂപ്പിൽ പോയി നമ്മൾ പറഞ്ഞിടുന്നതും സബ്സ്ക്രൈബേഴ്സ് വരുന്നതും വ്യത്യാസമുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും, ചെയ്യണം. ഇപ്പോൾ ഉള്ളതിനേക്കാൾ നിങ്ങൾ വിചാരിച്ചാൽ സുഖമായിട്ട് സംഭവിക്കുന്ന ഉറപ്പുണ്ട് എനിക്ക്. അപ്പോൾ അതെൻ്റെ ഒരു സ്നേഹം നിറഞ്ഞ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്ന്. 2, പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഐ നീഡ് എ ബ്രേക്ക്. ഈ കോവിഡിൻ്റെ ഈ തീവ്രത ഒന്ന് കഴിയുന്നതിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കണം. അത് എപ്പോഴാണ് ചേട്ടാന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഓരോ ദിവസവും നാളെയാണ് വലുത്, നാളെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും കഴിവിൻ്റെ മാക്സിമം ഞാൻ നോക്കാം. എങ്കിലും എനിക്ക് ഈ കോവിഡിൻ്റെ തീക്ഷ്ണമായ ഈ അവസ്ഥ കഴിയാതെ എനിക്ക് ഇതിൻ്റെ ഷൂട്ടിങ്ങിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് സീസൺ 3 ഈസ് വെയിറ്റിംഗ് ഫോർ കോവിഡ് ടു ബി ഓവർ. പക്ഷേ ഞാൻ നിങ്ങളുമായിട്ടുള്ള ബന്ധം ഒരിക്കലും വിച്ഛേദിക്കത്തില്ല. ഒരുമാതിരി സാധിക്കുന്ന വെള്ളിയാഴ്ചകളിലൊക്കെ ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലും എൻ്റേതായിട്ട് ഞാൻ കരുതി. നിങ്ങളൊന്ന് ചുമ്മാ ജീവിതത്തിൻ്റെ ഒരു ദിവസത്തെ റൊട്ടീൻ്റെ ഭാഗമായിട്ട് വെള്ളിയാഴ്ചയാണെങ്കിൽ ബാലേന്ദ്രൻ്റെ യൂട്യൂബിൽ നോക്കിയേക്കാം എന്ന ആ ശീലം കളയരുത്. നോക്കിയേക്കാം. അതൊരു എന്ത് വേണേ ആവാലോ. നമ്മുടെ കമ്മ്യൂണിറ്റി ഹലോ എന്ന് പറയുന്ന ഒരു ലാഘവം, ഹലോ എന്ന് പറയുന്ന ഒരു സുഖം അത് കിട്ടും. എന്നിട്ട് ഞാൻ അതിൻ്റെ പ്രോഗ്രസ് അനുസരിച്ചിട്ട് ഞാൻ അറിയിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മുടെ ബന്ധം പോകണ്ടെന്ന്. കീപ്പ് കണക്റ്റഡ് എന്ന് പറയും. ഞാൻ എല്ലാവർക്കും എഴുതുന്നതാണ്, പ്ലീസ് കീപ്പ് കണക്റ്റഡ്. അപ്പോൾ ഞാനത് ആ ബ്രേക്ക് എനിക്ക് തരണം. ആ ബ്രേക്ക് വന്നതുകൊണ്ട് ആരും എന്നിൽ നിന്ന് പോകുന്ന വിശ്വാസം എനിക്കില്ല. കാരണം അത്തരത്തിൽ ഞാൻ നിങ്ങളെ നിങ്ങളുടെ ഒരു ആസ്വാദനം ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. മാത്രമല്ല വരാൻ പോകുന്ന സീസൺ 3 അത്രത്തോളം സംഭവബഹുലവുമാണ്. എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഞാൻ മനഃപൂർവ്വം പറയാത്തതാണ് എന്താ പറയാൻ പോകണമെന്ന്. അത്രത്തോളം അയ്യോ ഇങ്ങനായിരുന്നു നിങ്ങൾ അന്തം വിട്ട് മൂക്കത്ത് വിരൽ വയ്ക്കുന്ന രീതിയിലുള്ള സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൂടെ പൂർത്തിയാകുമ്പോഴേ ഉള്ളൂ ആ ഫിലിം മേക്കറുടെ ജീവിതം കംപ്ലീറ്റ് ആകുന്നത്. ഇപ്പോൾ ഞാൻ സിനിമ വരുന്നത് വരെയുള്ള സംഭവം വെച്ചിട്ടാണ് നമ്മൾ സീസൺ 2 നിർത്തിയിരിക്കുന്നത്. അപ്പോൾ സീസൺ 3 ഡെഫിനറ്റ്ലി വിൽ ബി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഐ എം വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു പ്രസൻറ്റ് ബിഫോർ യു സീസൺ 3 ആൻഡ് ഐ വാണ്ട് യു ടു വെയിറ്റ് ഫോർ ദാറ്റ്. ഒരിക്കൽ കൂടെ ഞാൻ പറഞ്ഞു, ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ഫലത്തിലാണ് നമ്മൾ ആസ്വദിക്കുന്നത്. ഇപ്പം ഞാൻ കുറേ സിനിമ ചെയ്തു പോയി എന്നുള്ളതല്ല. ഞാൻ ചെയ്ത സിനിമകൾ 80s-ലും 90s-ലും ചെയ്ത സിനിമകൾ വരെ ഇന്നും നിങ്ങൾ നെഞ്ചോട് ചേർത്ത് കൊണ്ടു നടക്കുന്നതിൽ എനിക്ക് അഭിമാനിക്കാൻ മാത്രമേ സാധിക്കത്തുള്ളൂ. അതെൻ്റെ കർമ്മം. അതായത് ആരാ പറയുന്നത്, സമ്പത്ത് കാലത്ത് ദൈവത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്നല്ലേ, തെറ്റെങ്കിൽ ക്ഷമിക്കുക എന്ന് പറയുന്ന പോലെ നമ്മുടെ അന്നത്തെ കാലത്ത് നമ്മളെടുത്ത സിനിമകളുടെ മൂല്യം കാരണമാണ് ഇന്നും നിങ്ങൾ. ബിക്കോസ് ഐ ബിലീവ് ഇൻ കർമ്മ. എനിക്ക് എഗെയിൻ ഐ റിപ്പീറ്റ്, മൈ സപ്പോർട്ട് വാസ് ഓൺലി യു പീപ്പിൾ. ഇന്നെനിക്കത് യൂട്യൂബ് കുടുംബമായിട്ട് എൻ്റെ വന്നിട്ടുണ്ട്. ഞാൻ അതെൻ്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതാൻ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. നമ്മളങ്ങനെ ഒരു കാരണവശാലും കമൻ്റ് എഴുതുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് എന്തുവേണേൽ വിമർശിക്കാം. പക്ഷേ അസഭ്യം അങ്ങനെയുള്ള സംഗതികളൊന്നും വിളമ്പാനായിട്ട് വരരുത്. അത് അക്കാര്യത്തിൽ ഞാൻ നല്ലൊരു അധ്യാപകൻ തന്നെയാണ് അക്കാര്യത്തിൽ. പിന്നെ അതിൻ്റെ ആവശ്യമില്ല, അതിനല്ലോ നമ്മൾ വരുന്നത്. അപ്പം അതുകൊണ്ട് ഇതിൽ കൂടെ അങ്ങനെ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു സന്ദേശം ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് എന്താ പറയുക, എൻ്റെ ഈ 2 സംരംഭങ്ങളെ അങ്ങേയറ്റം പ്രോത്സാഹിപ്പിച്ച് കൈയടിച്ച് വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകർക്കും, എൻ്റെ യൂട്യൂബ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്
തൽക്കാലത്തേക്ക് മാത്രം ഞാൻ ബൈ പറയുന്നു. ആൻഡ് വിൽ കീപ് കണക്റ്റഡ് ഓൺ ഓൾ ഫ്രൈഡേ. ഇപ്പോൾ ഒരു ഫ്രൈഡേ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല, പിണങ്ങി പോരുത്. ഞാൻ പക്ഷേ എവിടെ യാത്ര ചെയ്യുമ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഒരു കോണിൽ എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സ് ഉണ്ടെന്ന് എഴുതിയാൽ മതി. ഞാൻ എന്തെങ്കിലും കുസൃതിത്തരങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചുമ്മാ, അത് ഇതുമായിട്ട് ബന്ധമുള്ളതാണെന്ന് നിർബന്ധമില്ല, പക്ഷേ എങ്കിലും ഇത് മാത്രമല്ലോ ജീവിതത്തിലൂടെ, ബാക്കി എന്തെല്ലാം കാര്യങ്ങളുണ്ട്, പൊതു കാര്യങ്ങളില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് മനസ്സിൽ വയ്ക്കുക. ഞാൻ ശ്രമിക്കാം, നമുക്ക് ഒരുമിച്ച് തുഴയാം. ആൻഡ് വി വിൽ മേക്ക് ദിസ് സീസൺ 3 എ ബിഗ് സക്സസ്. സബ്സ്ക്രൈബേഴ്സിൻ്റെ കാര്യം മറക്കണ്ട. ഓൾവേസ് യുവർ ബാലേന്ദ്ര മേനോൻ. താങ്ക് യു വെരി മച്ച്. സീ യു ഇൻ Season 3.